ഇരട്ടയാർ നാങ്കുതൊട്ടിക്ക് സമീപം അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആട് ചത്തു. കാരക്കാട്ട് സണ്ണിയുടെ ആടിനെയാണ് കഴിഞ്ഞ രാത്രി അജ്ഞാത ജീവി ആക്രമിച്ചത്. ഇതേ തുടർന്ന് വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇരട്ടയാർ നാങ്കുതൊട്ടിക്ക് സമീപം കെട്ടിയിട്ടിരുന്ന 6 മാസം പ്രായമായ പെണ്ണാടിനെയാണ് കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതാനും ദിവസം മുമ്പ് വന്യജീവികളുടെ ആക്രമണം പ്രദേശത്ത് ഉണ്ടായിരുന്നതിനാൽ ഭീതിയിലാണ് പ്രദേശവാസികൾ. ആലവര നാങ്കുതൊട്ടി ഇരട്ടയാർ മേഖലകളിൽ വന്യജീവികൾ മൃഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നത്. ഏത് ജീവിയാണ് ആക്രമിച്ചതെന്ന് ഫോറസ്റ്റുകാർക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് വാഴവരയിൽ ഒരു പശുക്കിടാവിനെ കൊന്ന് ഭക്ഷിച്ച ജീവി എന്താണെന്ന് ഫോറസ്റ്റുകാരോട് ചോദിച്ചപ്പോൾ ആദ്യമേ അവർ പുലിയാണെന്ന് പറഞ്ഞു. ഡോക്ടർ വന്ന് പരിശോധിച്ചു, അത് പുലി തന്നെയാണെന്ന് പറഞ്ഞു. അവസാനം വാഴവരയിൽ ഒരു കുളത്തിൽ കടുവ വീണപ്പോഴാണ് അത് കടുവയാണെന്ന് മനസ്സിലായത്. അപ്പോൾ അജ്ഞാത ജീവികളാണ് എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം വാഴവരയിൽ പന്തപ്പിളക്കുകാരുടെ വീട്ടിൽ ഒരു ആടിനെ ഇതേ സമാനമായ രീതിയിൽ കൊന്ന് ഭക്ഷിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അവിടെയും ഫോറസ്റ്റുകാരെ വിളിച്ചു വരുത്തിയപ്പോൾ അവർ പറഞ്ഞത് ഇത് അജ്ഞാത ജീവിയാണ് എന്നാണ് പറയുന്നത്. ഇരട്ടയാർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ നാങ്കുതൊട്ടി ഭാഗത്ത് സണ്ണി കാരക്കാട്ട് എന്നയാളുടെ വീട്ടിൽ വളർത്തിയിരുന്ന ആടിനെയാണ് ഏതോ ഒരു ജീവി കടിച്ചു തിന്നുകയുണ്ടായി. ഫോറസ്റ്റിനെ അറിയിച്ചു. ഫോറസ്റ്റ് വരികയും ഫോറസ്റ്റ് വിദഗ്ധമായി പരിശോധന നടത്തുകയും ചെയ്തു. റേഞ്ച് ഓഫീസറിനെ വിളിച്ചിരുന്നു. അപ്പോൾ റേഞ്ച് ഓഫീസർ പറയുന്നത് നമുക്ക് ക്യാമറ സ്ഥാപിക്കാം, ഇന്ന് 3 മണിക്ക് ആകുമ്പോഴത്തേക്ക് ക്യാമറ സ്ഥാപിക്കും, ഒരു സ്പെഷ്യൽ ഓഫീസറെ അങ്ങടെ വിട്ട് തന്നുകൊണ്ട് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സമീപ പ്രദേശത്ത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ വാഴവര ഭാഗത്ത് ഇതേ സമാനമായ രീതിയിൽ ഇതേപോലെ തന്നെ ആടിനെ ഒരു ജീവി കടിച്ചു തിന്നുകയുണ്ടായി. അന്ന് അത് ക്യാമറ വെച്ച് പരിശോധിച്ചപ്പോൾ അത് പട്ടിയാണെന്നാണ് ക്യാമറയിൽ തെളിഞ്ഞിരുന്നത്. അപ്പോൾ ഇത് വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം അന്വേഷണത്തിന് ശേഷം എന്താണെന്നുള്ളതാണ് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിക്കാവുന്ന വിവരം അവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ഭീതിയിലാണ്. ഈ പ്രദേശത്തുള്ളവരെല്ലാം ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പും കൂടെ തരികയാണ്. കഴിഞ്ഞ രാത്രിയിലാണ് കാരക്കാട്ട് സണ്ണിയുടെ ആട്ടിൻകുട്ടിയെ വന്യജീവി ആക്രമിച്ചു കൊന്നത്. രാവിലെ ആടിന് തീറ്റ കൊടുക്കുവാനായി എത്തിയപ്പോഴാണ് സണ്ണി സംഭവം അറിയുന്നത്. ഇതെന്തോ അജ്ഞാത ജീവി നമ്മുടെ വീട്ടിലുള്ള ആടിനെ കടിച്ചു കയറി കൊന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. എപ്പോഴത്തേക്കായിരുന്നു? ഏകദേശം രാത്രി, എപ്പോഴാണെന്ന് അറിയില്ല. എൻ്റെ രാത്രിയിലാണ് ഈ സംഭവം. എങ്ങനെയാണ് ഇത് കണ്ടത്? രാവിലെ ഞാൻ ആരും തീറ്റ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. പ്രാഥമിക പരിശോധനയിൽ കാൽപ്പാടുകൾ വ്യക്തമായി കണ്ടെത്താനും സാധിച്ചില്ല. അതേസമയം പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വനവകുപ്പിനെയും വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഞങ്ങൾ സണ്ണി ജോസഫ് കാരക്കാട്ട് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വന്നു. ആടിനെ പിടിച്ചിട്ടുണ്ട്. ഏത് ജീവിയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് പകുതിയിലേറെ ഭാഗങ്ങൾ തിന്നിട്ടുണ്ട്. അടുത്ത് കണ്ട കാഷ്ടം, അത് കണ്ട കാഷ്ടം പട്ടിയുടെയാണ്. അത് മറ്റ് ജീവജാലങ്ങളുടെ എന്നാന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്മാർക്കൊക്കെ നമ്മൾ തേക്കടിക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നടക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആൾ മീറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞിട്ട് ആളിനെ തന്നെ വരുത്താനായിട്ടാണ് ഞാൻ മേലെ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു, റേഞ്ച് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം വരും. പിന്നെ ഇപ്പോൾ നിലവിൽ ക്യാമറ ഇല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു സംഭവം നടന്നായിരുന്നു. അത് ക്യാമറ വെച്ചപ്പോൾ പട്ടിയാണെന്നാണ് ഞങ്ങൾക്ക് തെളിഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ പെട്രോളിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരാഴ്ചയോളം പെട്രോളിംഗ് ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ അവൈലബിൾ ആണ്. ഞങ്ങൾ വരികയും ചെയ്യും, പെട്രോളിംഗ് നടത്തും, ക്യാമറ വെക്കും. പിന്നെ അതിൻ്റെ വിദഗ്ധരെ കൊണ്ടുവന്ന് ഒന്നുകൂടെ പരിശോധിപ്പിച്ച് എന്താണോ റിസൾട്ട് അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങും. പട്ടിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നാട്ടുകാരും പഞ്ചായത്തും ഒക്കെ ഇടപെടണം. കാട്ടുമൃഗങ്ങൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം ഇതുമായിട്ട് സഹകരിച്ച് അതിനെ പിടികൂടാനായിട്ടുള്ള നടപടികൾ ഞങ്ങൾ നടത്തുന്നതാണ്. അത് റേഞ്ച് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ജനങ്ങൾ ഭയാശങ്കയിലാകേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാര്യം വെച്ചെന്നാൽ ഇവിടെ നിലവിൽ പിടിച്ചേക്കുന്നത് ആടിനെയോ പട്ടിയോ ഒക്കെ മാത്രമാണ്. ഒരു മനുഷ്യന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. പകലൊന്നും ആരും ഈ ജീവജാലങ്ങളെ ഒന്നിനെയും കണ്ടിട്ടുമില്ല. പട്ടി പിടിക്കുന്നതാണേലും മറ്റ് കാട്ടുമൃഗങ്ങൾ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ പോലും ആരും കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം വാഴവര പ്രദേശത്ത് വന്യജീവി ആക്രമണം ഉണ്ടായത് ആശങ്ക പരത്തിയിരുന്നു. ആടിന്റെ അവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് അപേക്ഷ നൽകിയാൽ നഷ്ടപരിഹാരം നൽകാമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടായതോടെ ആശങ്കയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, ഇരട്ടയാർ.